അതിരമ്പുഴ ഗ്രാമപഞ്ചായത്തിന്റെ 2026-27 സാമ്പത്തിക വർഷത്തെ ബജറ്റ് വൈസ് പ്രസിഡന്റ് തോമസ് പുതുശ്ശേരി അവതരിപ്പിച്ചു. പഞ്ചായത്തിനെ ജനസൗഹൃദമായി ജനപങ്കാളിത്തത്തോടെ സുതാര്യ ഭരണം ഉറപ്പാക്കി വികസനത്തിന്റെ പുതിയ പാതകൾ തുറക്കുമെന്ന പ്രഖ്യാപനത്തോടെയാണ് ബജറ്റ് അവതരിപ്പിച്ചത്. കുട്ടികൾക്കായി പാർക്ക്, കളിസ്ഥലം എന്നിവ നിർമ്മിക്കും. ക്ഷീരവികസന പദ്ധതികൾ, ലൈഫ് ഭവന പദ്ധതികൾ, ആരോഗ്യ യുവജന ക്ഷേമ പദ്ധതികൾ, കുടിവെള്ള പദ്ധതികൾ, പകൽ വീട് എന്നിവയും ബജറ്റ് വിഭാവനം ചെയ്യുന്നു. കാർഷിക മേഖലയ്ക്കും ആരോഗ്യ മേഖലയ്ക്കും പ്രത്യേക പരിഗണന, ഗ്യാസ്, ക്രീമറ്റോറിയം എന്നിവയെല്ലാം ലക്ഷ്യം വെച്ചുള്ള ബജറ്റാണ് വൈസ് പ്രസിഡന്റ് അവതരിപ്പിച്ചത്. ബാക്കിയുള്ളത് 4,83,05,721 രൂപയും ഈ വർഷത്തെ വരവ് പ്രതീക്ഷിക്കുന്നത് 36,41,90,280 രൂപയും. ആകെ വരവ് 41,24,96,001 രൂപയും. ആകെ ചെലവായി കണക്കാക്കുന്നത് 35,89,75,290 രൂപ. നീക്കി ബാക്കിയായി ബാലൻസ് വരുന്നത് 5,35,20,711 രൂപ. 41,24,96,001 രൂപ വരവും 35,89,75,290 രൂപ ചെലവും 5,35,20,711 രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത്. പഞ്ചായത്ത് കെട്ടിടത്തിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി നടപ്പാക്കുവാനും വനിതാ ശിശുക്ഷേമ പ്രവർത്തനങ്ങൾക്കും അംഗനവാടികൾക്കും പ്രത്യേക പരിഗണന നൽകുവാനും ശുചിത്വ, മാലിന്യ സംസ്കരണം എന്നിവയ്ക്കായുള്ള പദ്ധതികൾ പൂർത്തീകരിക്കുവാനും ബജറ്റ് ലക്ഷ്യം വയ്ക്കുന്നു. ഇതര തദ്ദേശ സ്ഥാപനങ്ങൾക്ക് മാതൃകയാകുന്ന പ്രവർത്തനങ്ങൾ പൊതുസമൂഹത്തിൻ്റെ മുന്നിലെത്തിക്കുമെന്ന് യോഗത്തിൽ അധ്യക്ഷത വഹിച്ച പഞ്ചായത്ത് പ്രസിഡന്റ് സജി OA പറഞ്ഞു. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് അമ്പലക്കുളം, പ്രതിപക്ഷാംഗം ജോസ് അഞ്ജലി, പഞ്ചായത്ത് സെക്രട്ടറി ലിസി ജോൺ തുടങ്ങിയവർ ചർച്ചകളിൽ പങ്കെടുത്തു.